ദാ പിടിച്ചോ 10 കിടിലൻ തമിഴ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവീസ്. ഒരു സീരിയൽ കില്ലർ തുടർച്ചയായിട്ട് 3 പേരെ കൊല്ലുന്നു. ഓരോരുത്തരെയും കൊന്നതിന് ശേഷം അടുത്തതായിട്ട് ആരെ കൊല്ലും എന്നുള്ളതിന് ക്ലൂ കൂടി കൊടുക്കുന്നുണ്ട്. കൊലയാളിയെ കണ്ടെത്താനായിട്ട് DSP രഞ്ജിത്ത് കാളിദാസും സംഘവും എത്തുന്നു. ചിത്രം 2017 അരുൺ വൈദ്യനാഥൻ സംവിധാനം ചെയ്ത് അർജുൻ, വരലക്ഷ്മി ശരത് കുമാർ, പ്രസന്ന, ശ്രുതി ഹരിഹരൻ തുടങ്ങിയവർ അഭിനയിച്ച നിപുണൻ. ഒരു സ്ത്രീ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴെ വീണ് മരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു സ്ത്രീയും മരിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ ആത്മഹത്യയാണെന്ന് തോന്നുന്ന ഈ മരണങ്ങൾ യഥാർത്ഥത്തിൽ കൊലപാതകമാണോ? കേസ് അന്വേഷിക്കാൻ എത്തുന്നത് ഇൻസ്പെക്ടർ കാളിദാസ് ആണ്. പടം 2019 ശ്രീ സെന്തിൽ സംവിധാനം ചെയ്ത് ഭരത്, ആൻ ശീതൽ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ വന്ന കാളിദാസ്. പോലീസ് ഇൻസ്പെക്ടർ പരുത്തി ഇളമാരൻ ഒരു മിസ്സിംഗ് കേസ് അന്വേഷിക്കുന്നതിനിടെ ഒരു മർഡർ കേസ് കൂടി അദ്ദേഹത്തിന്റെ മുമ്പിൽ വരുന്നു. ചിത്രം ബി മണിവർമ്മൻ രചനയും സംവിധാനവും നിർവഹിച്ച് തമൻ കുമാർ നായകനായി 2024 വന്ന ഒരു നൊടി. ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള രുദ്രൻ അമേരിക്കയിലുള്ള തന്റെ മകനെ കാണാനായിട്ട് പോകുന്നു. അവർ താമസിക്കുന്ന പ്രദേശത്ത് ഒരു സ്ത്രീയെ കാണാതാകുന്നു. രുദ്രൻ ആ കേസ് പാരലായിട്ട് അന്വേഷിക്കുന്നു. പടം 2019 വിവേക്, ചാർലി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ വന്ന വെള്ളൈപ്പൂക്കൾ. പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള കുമരൻ ഒരു കൊലപാതകം കാണുന്നു. പ്രതിയെ പിടിക്കാനായുള്ള പുള്ളിയുടെ ഓട്ടത്തിൽ പുള്ളിക്ക് അപകടം സംഭവിക്കുന്നു. പ്രതി അവിടെ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്യുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം ഒരു നടി കൊല്ലപ്പെടുന്നു. ഈ 2 കൊലപാതകങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം? ചിത്രം 2017 CV കുമാർ സംവിധാനം ചെയ്ത് സന്ദീപ് കൃഷ്ണൻ നായകനായിട്ട് അഭിനയിച്ച മായവൻ. ഒരു ക്യാബ് ഡ്രൈവർ ഒരു കേസിലെ പ്രധാന സസ്പെക്ട് ആയി മാറുന്നു. നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി അയാൾ ശ്രമിക്കുമ്പോൾ കുറേയധികം കഥകളുടെയും ട്വിസ്റ്റുകളുടെയും ഒക്കെ ചുരുളാണ് നിവരുന്നത്. ചിത്രം 2017 മൂമാരൻ സംവിധാനം ചെയ്ത് അരുൾനിധി നായകനായിട്ട് വന്ന ഇരവുകായിരം കൺകൾ. ജസീക എന്നൊരു യുവതി ഒരു പള്ളിയിലെത്തി കുംഭസാരം നടത്തുന്നു. തുടർന്ന് പള്ളിയിലച്ഛൻ കൊല്ലപ്പെടുന്നു. അവളെ ആരോ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. കേസ് അന്വേഷിക്കാൻ എത്തുന്നത് സബ് ഇൻസ്പെക്ടർ തിരുപ്പതി. ചിത്രം 2017 അറിവഴകൻ സംവിധാനം ചെയ്ത് അരുൺ വിജയ്, മഹിമ നമ്പ്യാർ തുടങ്ങിയവർ അഭിനയിച്ച കുറ്റം 23. ക്രിമിനോളജി സ്റ്റുഡന്റ് ആയിട്ടുള്ള വെട്രി ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ ജോലി ചെയ്യാൻ ആരംഭിക്കുന്നു. 3 പേരുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അവന് കിട്ടിയ ആദ്യ ജോലി. അവൻ ജോലി ചെയ്യുന്നതിനിടെ ഈ 3 പേരിൽ ഓരോരുത്തരുമായിട്ട് കൊല്ലപ്പെടാനും തുടങ്ങുന്നു. ചിത്രം P രമേശ് സംവിധാനം ചെയ്ത് അശോക് ശെൽവൻ, ജനനി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ 2014 പുറത്തിറങ്ങിയ തെഗിഡി. പ്രത്യേക പാറ്റേണിൽ നടക്കുന്ന ഒരു കൊലപാതകം. അതിന്റെ അന്വേഷണം നടക്കുന്ന സമയത്ത് തന്നെ വീണ്ടും അത്തരത്തിലൊരു ബോഡി കൂടി ലഭിക്കുന്നു. അന്വേഷണത്തിനായിട്ട് ലോകനാഥൻ എന്ന ഉദ്യോഗസ്ഥരെത്തുന്നു. ഒപ്പം പുതുതായിട്ട് സർവീസിൽ ജോയിൻ ചെയ്ത പ്രകാശും അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുന്നു. ചിത്രം 2023 ശരത് കുമാർ, അശോക് ശെൽവൻ തുടങ്ങിയവർ അഭിനയിച്ച തൊഴിൽ. ഇനി നമ്പർ 1 മൂവി. ഒരു സിനിമാ സംവിധായകനാകണമെന്നുള്ള സ്വപ്നവുമായിട്ട് നടക്കുന്ന അരുൺ കുമാർ. പക്ഷെ സിനിമയൊന്നും നടന്നില്ല. ജോലിയില്ല എന്ന ഒടുവിൽ വീട്ടുകാരും പറഞ്ഞു തുടങ്ങിയപ്പോൾ അകാലത്തിൽ മരിച്ചുപോയ അച്ഛന്റെ പോലീസ് ജോലി അവൻ നേടിയെടുക്കുന്നു. കക്ഷിക്ക് കയ്യിൽ കിട്ടുന്ന കേസോ ഒരു കൊടൂര സീരിയൽ കില്ലറിന്റെയും. ചിത്രം 2018 രാംകുമാർ സംവിധാനം ചെയ്ത് വിഷ്ണു വിശാൽ, അമല പോൾ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ വന്ന രാക്ഷസൻ.